Assalamu alaikum and welcome back to my channel again. ഇങ്ങനെ പോയി അങ്ങനെ വന്ന് എനിക്കിതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് പ്രഗ്നൻറ്റ്. Bismillah. Hello everyone, assalamu alaikum and welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm doing great. So about last video, I'm so happy about the comments because ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെൽക്കം ബാക്ക് ആയിരുന്നു. ഞാൻ വിചാരിച്ചു തന്നെ എല്ലാവരും മറന്നിട്ടുണ്ടാവുന്നു, പക്ഷേ അൽഹംദുലില്ലാ ഒരുപാട് മീനിങ് ഫുൾ ആയിട്ടുള്ള കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് ലുലുവിൻ്റെ വീഡിയോ നന്നായിട്ട് മിസ് ചെയ്തു, എപ്പോഴാണ് വീഡിയോ ഇടാന്ന് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു, കണ്ണു നട്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഐ എം സോ ഹാപ്പി അൽഹംദുലില്ലാ. ആൻഡ് all about today's video, it's a very small day in my life vlog during my last trimester. ആ സമയത്തൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഐ ആം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. സോ ടുഡേയ്സ് വീഡിയോ ഈസ് സ്റ്റാർട്ടിങ് ഫ്രം 5 AM. കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് മോർണിംഗ് റൂട്ടീൻസിലെ ഫജർ റൂട്ടീൻസ് കാണിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു കുഞ്ഞ് ഫജർ റൂട്ടീനാണ്. ഫജർ നമാസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സൂറത്തുകൾ ഞാൻ ഓതാറുണ്ട്. എസ്പെഷ്യലി മുൽക്ക്, വാക്കിയ, യാസീൻ, എക്സെട്ര. സോ ഓരോ സൂറത്തിനും ഓരോരോ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ ഖബറിന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ട് പഠിച്ചവനെ ഇറക്കിയിട്ടുള്ളൊരു സൂറത്താണ് മുൽക്ക്. ഖബറിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മളെ കാവലിന് തേടുന്ന സൂറത്ത് എന്ന് വേണമെങ്കിൽ പറയാം. പഠിച്ചവനായിട്ടുള്ള സ്ട്രോങ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഉള്ളിലുള്ളൊരു സമാധാനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും പഠിച്ചവൻ്റെ അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പഠിച്ചവൻ ഇറക്കപ്പെട്ടിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്ത് ഫത്ഹ്. സോ ഈച്ച് ആൻഡ് എവറി സൂറ ഹാവ് ദെയർ ഓൺ ഇമ്പോർട്ടൻസ്. ആക്ച്വലി നമ്മുടെ ലൈഫിലെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം ഖുറാൻ തന്നെയാണ്. ലൈക്ക് എ വെരി ബിഗ് മെഡിസിൻ. എബൌട്ട് സൂറത്ത് വാക്കിയനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനും സമ്പത്തും അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ആകർഷിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കൂടുതലും സൂറ വാക്കിയ റിസൈറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സൂറ. ലൈക്ക് എവ്രി ഡേ നമുക്ക് ഇതൊക്കെ ഓതാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ കണ്ണിങ് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ സൂറ ഓഫ് വെൽത്ത് എന്നറിയപ്പെടുന്ന സൂറത്തും കൂടിയാണ് സൂറ വാക്കിയ. ആൻഡ് അബൌട്ട് സൂറ യാസീൻ, ഓഫ് കോഴ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സൂറ ഇൻ ഖുറാൻ. ആൻഡ് ഖുറാൻ്റെ ഹൃദയമായിട്ട് കണക്കാക്കപ്പെടുന്ന സൂറത്താണ് സൂറ യാസീൻ. നമ്മളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് നേരിടാനുള്ള നമ്മളെ പ്രാപ്തിയാക്കുന്ന ഒരു സൂറത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതൊന്നൊക്കെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സൂറ യാസീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അൽഹംദുലില്ലാ ഡൺ ഫോർ ദ ഡേ. ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി റിസൈറ്റ് ചെയ്യേണ്ട ഒരുപാട് സൂറാസ് ഉണ്ട്. ഞാനിവിടെ സൈഡിൽ കൊടുക്കുക. പറ്റുന്ന സമയത്ത് ടൈം ഉണ്ടാക്കി ഓതാൻ വേണ്ടി ട്രൈ ചെയ്യുക. കൂടുതൽ ആൾക്കാരുടെയും പരാതിയാണ് ടൈമില്ല എന്നുള്ളത്. ടൈം നമ്മൾ ഉണ്ടാക്കിയാൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. ആൻഡ് ഇറ്റ്സ് 5:15 AM. കറൻ്റ്ലി ഞാൻ എൻ്റെ ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. ലൈക്ക് 34 വീക്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ മെഡിക്കൽ പ്രാക്ടീഷണർ എന്നോട് നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ബാക്ക് ട്രൈ ചെയ്യാൻ പോവുകയാണ് ദിസ് ടൈം ഇൻഷാ അല്ലാ. സോ 1 hourൽ 2 kilometers കംപ്ലീറ്റ് ചെയ്യണം, അതാണ് ടാർഗറ്റ്. സോ ഇറ്റ്സ് അറൗണ്ട് 5:25 AM. 6:30 ആകുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചെത്തണം. അതാണ് ഇന്നത്തെ പ്ലാൻ. ഐ ഡോണ്ട് നോ, ഐ റിയലി ഡോണ്ട് ഹാവ് മച്ച് എനർജി ടുഡേ, ബട്ട് ഐ വോണ്ട് ടു ഇറ്റ് ഇൻഷാ അല്ലാ. ആൻഡ് ഇന്ന് ഞാൻ നല്ല ലേറ്റാണ്. ഇപ്പോൾ ബാങ്കൊക്കെ നേരത്തെ കൊടുക്കുന്നത് കൊണ്ട് അത്യാവശ്യം കുറേ നേരം ഖുറാനൊക്കെ ഓതാൻ വേണ്ടിയിട്ട് ഇരിക്കും. സോ പീസ്ഫുള്ളായിട്ടുള്ള ക്വയറ്റായിട്ടുള്ള മോർണിംഗ്സിൽ ഇതുപോലെ വാക്കിങ്ങിനും എക്സസൈസിനൊക്കെ പോകുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിരിക്കും മൈൻഡ്. ഒരുപാട് ക്രൗഡിൻ്റെ കൂടെയൊക്കെയാണ് ഇതുപോലെ എക്സസൈസൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നോ, ഐ എം നോട്ട് ഓക്കെ ഫോർ ദാറ്റ്. സോ മോഡസ്റ്റി ഔട്ട്ഫിറ്റ്സ് ട്രൈ ചെയ്യും. ആൻഡ് ഒരു വാക്കിംഗ് ഷൂ ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു റണ്ണിങ് ഷൂ ഒക്കെ ചൂസ് ചെയ്തതിന് ശേഷം പതുക്കെ പീസ്ഫുള്ളായിട്ട് ഏർലി മോർണിംഗ്സിൽ ഇതുപോലെ എക്സസൈസ് ചെയ്യാൻ പോകുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു ബേബി അബൂദിൻ്റെ ബർത്തിന് ശേഷം. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ മോർണിംഗ്സും ഞാൻ ഇതുപോലെ എക്സസൈസിന് വേണ്ടി പോകാറുണ്ട്. ആൻഡ് ഐ ഫീൽ സോ ഗുഡ്. സോ ഓഫ് കോഴ്സ് ഐ എം എ മോർണിംഗ് പേഴ്സൺ. ഇസ്ലാമിൽ മോർണിംഗ് പേഴ്സണെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നറിയോ? നേരത്തെ എണീക്കുക, സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ആവുക, ലൈക്ക് കുറേ ദിക്ർ എടുക്കുക, പഠിച്ചവന് വേണ്ടിയിട്ട്
എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ആൻഡ് ഖുർആൻ കുറേ ഓതുക, ഇസ്തിഫാറിനെ തേടുക, എക്സെട്ര. സോ യാ, ഇപ്പം ലാസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ ആയതുകൊണ്ട് ലൈഫ് ഭയങ്കര സ്ലോ ഡൗൺ ആണ്. ഒരു കാര്യവും പെട്ടെന്ന് ചെയ്യാനോ സ്പീഡിൽ ചെയ്യാനോ ഒന്നും പറ്റില്ല എന്ന് വിചാരിച്ച് ലാസ്റ്റ് ട്രൈമസ്റ്റർ ആണെന്നുണ്ടെങ്കിലും മാക്സിമം എല്ലാ കാര്യത്തിലും എൻഗേജ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യാം. അത് നമ്മളെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ മോർണിംഗ് വാക്സ് ആർ ഓൾവേസ് സേഫ് ആൻഡ് ബെനിഫിഷ്യൽ. പ്രത്യേകിച്ച് പ്രഗ്നൻസിയിൽ നമുക്ക് സ്വെല്ലിംഗ് ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മൂഡ് ബെറ്റർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ലേബർ കുറച്ചുകൂടി ഈസി ആവും. ലൈക്ക് ബേബിൻ്റെ ഹെഡ് പൽവിക്കിൽ വന്ന് ഫിക്സ് ആയി നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പാർട്ട് ഫ്രം ദിസ്, നമ്മളുടെ ഡോക്ടർ, നമ്മളുടെ മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ നമ്മുടെ മിഡ് വൈഫ് എന്താണോ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുക. ബിക്കോസ് ഓരോരുത്തരുടെ ബോഡിയും ഡിഫറെൻ്റ് ആണ്. ആൻഡ് യാ, കറൻ്റ്ലി ഐ എം 62 ബട്ട് ലുക്സ് ലൈക്ക് 70+ റൈറ്റ്. എനിവേ, അൽഹംദുലില്ലാ ഫോർ എവ്രിതിങ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും പഠിച്ചവനോട് നന്നായിട്ട് ദുആ ചെയ്യുക. പഠിച്ചവന് അറിയാം നമുക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. ആൻഡ് ഹീ ഈസ് ദ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓഫ് പ്ലാനേഴ്സ്, റൈറ്റ്? സോ യാ, ലാസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ ആയപ്പോൾ എനിക്കൊരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ചില സമയത്ത് എനിക്ക് തോന്നും ലേസിനെസ് ആണെന്ന്. ഓഫ് കോഴ്സ് നോട്ട്. പക്ഷേ ലേസിനെസ് ആണെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് നമ്മളുടെ ലേബർ ഈസി ആക്കുന്നതിന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ മാക്സിമം ഞാൻ ആക്റ്റീവ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പാർട്ടാണ് ആക്ച്വലി ഈ മോർണിംഗ് എക്സസൈസ്. ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു നേച്ചറിൽ ഇതുപോലെ ഇങ്ങനെ ചുമ്മാ നടന്നു പോകുക എന്നുള്ളത് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഓൾസോ ഐ എം നോട്ട് എ ഈവനിങ് പേഴ്സൺ. ഈവനിങ് ടൈമിലൊക്കെ ദുബായ് ഫ്രെയിമിൻ്റെ സെബിൽ പാർക്കിൻ്റെ ഏരിയയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നത് കാണാം. ഐ ഡോണ്ട് നോ വൈ ഐ എം നോട്ട് റെഡി ഫോർ ദാറ്റ്. എനിക്ക് ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ടൈമിൽ എക്സസൈസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. ആൻഡ് നോ വൺ ഈസ് ഔട്ട്സൈഡ്. ഏർലി മോർണിംഗ്സിൽ വർക്കിനൊക്കെ പോകുന്ന കുറച്ച് ആൾക്കാർ കാറും ഒക്കെ ആയിട്ട് കാണാം. അതല്ലാണ്ട് ആൾക്കാരൊന്നും ഈ ടൈമിൽ എക്സസൈസിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ഏരിയയിൽ അധികമായിട്ടൊന്നും കാണാറില്ല. യു എയിലെ വെതർ ഭയങ്കര ഷൂട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലെടുത്ത വീഡിയോ ആട്ടോ ഇത്. സോ ഈ ഒരു ടൈമിൽ ആഫ്റ്റർ 8 o'clock നമുക്കിതുപോലെ നടക്കാനൊന്നും പറ്റില്ല. നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിഫർ ചെയ്തിരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 5 o'clock to 7 മാക്സിമം. അതുവരെ ഓക്കെ. അത് കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടങ്ങ് കൂടും, നമുക്ക് നടക്കാനൊന്നും പറ്റില്ല. സോ ഐ എം പ്ലാനിങ് ഫോർ 2 kilometer വാക്ക്. ബിഫോർ ദാറ്റ് എനിക്ക് സൂമിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങണമെന്നുണ്ട്. ആക്ച്വലി മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഞാൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ടൊക്കെ ഫുഡ് കഴിച്ചിട്ടാണ് ഇതുപോലെ എക്സസൈസിനൊക്കെ ഇറങ്ങുക. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആവേണ്ട വിചാരിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങിയതായിരുന്നു. സോ ഐ ഫീൽ ലൈറ്റ് ഹാങ്ക്രി. സോ ഞാൻ വിചാരിച്ചു സൂമിൽ പോയിട്ട് വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ചിട്ട് പോകാമെന്ന്. ബേബി അബൂദിൻ്റെ ഫേവറേറ്റ് ഷോപ്പാട്ടോ സൂം. എനിക്ക് 5 minute വാക്കേ ഉള്ളൂ നമ്മളുടെ റൂമിൽ നിന്ന്. സോ ഞാൻ സൂമിൽ വന്നു, എനിക്കിഷ്ടമുള്ള 2-3 സാധനങ്ങൾ വാങ്ങി. ബേബി അബൂദിനും ഫെറോ എന്ന് പറയുന്ന ഒരു ലൈറ്റ് ചോക്ലേറ്റ്സ് ഉണ്ട്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബിസ്ക്കറ്റ് ചോക്ലേറ്റ്, അതുകൂടി വാങ്ങി. ഞാനും മോനും ഷുഗറി ആൾക്കാരേ അല്ല, നമുക്ക് ഷുഗർ ഐറ്റംസ് വലിയ താല്പര്യമില്ല. പക്ഷേ എൻ്റെ ഈ പ്രഗ്നൻസിയിൽ എനിക്ക് ലാസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഷുഗർ ക്രേവിങ്സ് ഉണ്ടായിരുന്നു. നന്നായിട്ട് ഷുഗർ ക്രേവിങ്സ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ വളരെ ലൈറ്റ് ഷുഗറി ആയിട്ടുള്ള ഡേറ്റ്സും ക്രൊസൻസും ഒക്കെ കഴിക്കും, ലൈക്ക് ഡ്രൈ ഡേറ്റ്സൊക്കെ. സോ വീക്ക് ബാക്കൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഡയബറ്റിസ് ഈസ് എ കൈൻഡ് ഓഫ് വില്ലൻ ഡ്യൂറിങ് പ്രഗ്നൻസി പീരീഡ്, എസ്പെഷ്യലി ലാസ്റ്റ് ടൈമിലൊക്കെ. സോ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. എൻ്റെ ഒരു കേസിലും ലാസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ ആയപ്പോൾ ഷുഗർ ലെവൽ ഞാൻ കൺട്രോൾ ചെയ്തിട്ടും ഫ്ലൂയിഡ് ലെവൽസൊക്കെ നല്ല രീതിയിൽ, ലൈക്ക് എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നത് ബേബിക്ക് സ്വിമ്മിങ് പൂള് പോലെയാണ് ഫ്ലൂയിഡ്സ് ഉള്ളത് എൻ്റെ ബോഡിയിൽ നിന്നാണ്. സോ ആ ഒരു ഇഷ്യൂ കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യുക, ബോഡിനെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യുക. ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പം നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാത്തതിൻ്റെ റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. യാ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഡെയിലി ഞാൻ നടക്കാൻ പോകുന്നത് ഒരേ റൂട്ടിലാണ് കേട്ടോ. ബിക്കോസ് ലാസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വല്ല പെയിനൊക്കെ വന്നാൽ എനിക്ക് ഒന്നെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റണം, അല്ലെങ്കിൽ ഹസ്ബൻഡ് എൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റണം. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ കൂടുതലും നടക്കാനൊക്കെ പോകാറ്.
എല്ലാ ദിവസവും വാക്കിംഗ് ഒരു 1.5 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ ഒക്കെ കംപ്ലീറ്റ് ചെയ്താൽ ഇത് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള കുഞ്ഞൊരു പാർക്കാണ്. ഇവിടെ വന്നിട്ട് ഇരിക്കും, ഒരു 10 to 15 മിനിറ്റ് ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യും. എന്നിട്ടാണ് അടുത്ത 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നടക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. ഈ ഒരു പാർക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പാർക്കാട്ടോ. നിങ്ങൾക്ക് വാക്കിംഗ് പാത്തൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഈവനിങ് ടൈമിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ എക്സസൈസിന് മാത്രം വരാറുണ്ട്. Hello everyone, assalamu alaikum, welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm doing great. So today officially I am 34 week pregnant, and alhamdulillah, I'm so happy, alhamdulillah, because first trimester and second trimester ഒരു 1.5 month it's really hard. അപ്പോൾ ഞാനിങ്ങനെ തിങ്ക് ചെയ്യുമായിരുന്നു, പഠിച്ചവനെ എങ്ങനെയെങ്കിലും ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തരണേന്ന്. ഫസ്റ്റ് ട്രൈമസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇറ്റ്സ് മോർ ഹാർഡ്. ലൈക്ക് എനിക്ക് വാട്ടർ കുടിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഫുഡ് കഴിക്കുക എന്നുള്ളത് എനിക്കത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഞാനങ്ങനെ ഭയങ്കര ഫുഡിയല്ല. അറ്റ്ലീസ്റ്റ് വാട്ടർ കുടിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. എനിക്ക് അതിന് പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇറ്റ്സ് റിയലി ഹാർഡ്. അതുകൊണ്ട് ഓരോ ഡേയ്സും എങ്ങനെയോ പഠിച്ചവനോട് അൽഹംദുലില്ലാ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. തേർഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ ആയിരുന്നു കുറച്ചുകൂടി നല്ലത് എന്ന്. ബിക്കോസ് നമുക്കിഷ്ടമുള്ളപ്പോൾ വേണമെങ്കിൽ കിടക്കാം, ഇഷ്ടമുള്ളപ്പോൾ വേണമെങ്കിൽ ഇരിക്കാം, ഇഷ്ടമുള്ളപ്പോൾ ഫുഡ് കഴിക്കാം. വൊമിറ്റിംഗ് ഇഷ്യൂ ഉണ്ടെങ്കിൽ കൂടി ഇതൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ തേർഡ് ട്രൈമസ്റ്റർ എത്തിയപ്പം ഡയറ്റീഷ്യൻ പറയുന്ന പോലെ ഫോളോ ചെയ്യണം, ബേബിൻ്റെ ഓവർ വെയിറ്റ് ആവാണ്ട് നോക്കണം, ആൻഡ് a lot of things. Exercise is very important, and I am also trying for VBAC. So for me it's really important. എൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് ജൂലൈ 21 എൻ്റെ ഡോക്ടർ പറഞ്ഞു ഇറ്റ്സ് ഫൈൻ, ലൈക്ക് മേ ബി ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കിനുള്ളിൽ നമുക്ക് ഡെലിവറി എക്സ്പെക്റ്റ് ചെയ്യാമെന്ന്. ആൻഡ് ഒരുപാട് എക്സസൈസസ് അതിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് വാക്കിംഗ് ആയിരുന്നു, ഡെയിലി 2 കിലോമീറ്റേഴ്സ്. സോ ടുഡേ ഐ എം ജസ്റ്റ് ഫിനിഷിങ് മൈ 1 കിലോമീറ്റർ മോർണിംഗിലെ. ഈവനിങ്ങും ഒരു 1 കിലോമീറ്റർ നടക്കും. അതാണ് മോർണിംഗിലെ എക്സസൈസ്. പിന്നെ സ്ക്വാട്സ്, അങ്ങനെ കുറച്ച് കുഞ്ഞു എക്സസൈസസും. ബേബി അബൂദിന് എനിക്ക് C-സെക്ഷൻ ആയിരുന്നു. ബിക്കോസ് ബ്രീച്ച് പൊസിഷൻ മൂപ്പര് തിരിഞ്ഞിട്ടേ ഇല്ല. എല്ലാ വീക്കും ലൈക്ക് ഒരു 28th വീക്ക് മുതൽ നമ്മളെപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴും മൂപ്പര് തിരിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. 37 വീക്ക് ആകുമ്പോഴാണ് ഡോക്ടർ നമ്മളെ ഇൻഫോം ചെയ്തത് ബേബി ഈസ് സ്റ്റിൽ ബ്രീച്ചെന്ന്. സോ നോർമലി ബ്രീച്ച് പൊസിഷനിലുള്ള ബേബീൻ്റെ കേസിൽ ഡോക്ടേഴ്സ് നമ്മൾ ഓൾറെഡി ഇൻഫോം ചെയ്യും. ലൈക്ക് ഒരു 32-33 വീക്കൊക്കെ ആകുമ്പോൾ യു ഹാവ് ടു ഡു സം എക്സസൈസസ് ലൈക്ക് സുജൂദ് പൊസിഷൻസ് ഒക്കെ ബെസ്റ്റ് പൊസിഷൻസ് ആണ് ബേബിനെ ബ്രീച്ച് ഔട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കിതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് പ്രഗ്നൻ്റ് ആവുന്നതും കൂടി ആയതുകൊണ്ട് ഐ ഹാവ് ലോഡ് ഓഫ് കൺഫ്യൂഷൻസ് ആൻഡ് എക്സെട്ര ലൈക്ക് ദാറ്റ്. സോ ഞാൻ അന്ന് കാണിച്ചിരുന്ന ഡോക്ടർ ഷീ ഈസ് വെരി ബ്രില്യൻറ്റ്. UAE തന്നെ നമ്പർ 1 ഡോക്ടറായിരുന്നു. ഗോയിങ് ത്രൂ C-സെക്ഷൻ, ബട്ട് അൽഹംദുലില്ലാ ഇറ്റ്സ് ഫൈൻ. പഠിച്ചോ നമുക്ക് താങ്ങാവുന്നതേ തരൂ, നമുക്ക് താങ്ങാൻ പറ്റുന്നതേ തരൂ. സോ പഠിച്ചോൻ്റെ പ്ലാൻ ആയിരുന്നു അത്. സോ ഇറ്റ്സ് ഫൈൻ, അൽഹംദുലില്ലാ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ആൻഡ് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോഴേ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് VBACന് ചാൻസ് ഉണ്ടോ, VBACന് ചാൻസ് ഉണ്ടെങ്കിൽ എത്ര ഇയേഴ്സ് പിടിച്ചിട്ടാണ് ഞാൻ സെക്കൻഡായിട്ട് പ്രഗ്നൻ്റ് ആവേണ്ടതെന്നൊക്കെ. ആൻഡ് അൽഹംദുലില്ലാ സെക്കൻഡ് ബേബിനെയും കൂടി ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് തോന്നുന്നു ബേബി അബൂദുമായിട്ട് എൻ്റെ ഡെലിവറി ആവുമ്പോൾ ഏകദേശം ഒരു 3.4 ഏജ് ഗ്യാപ്പ് വരും. സോ അൽഹംദുലില്ലാ എനിക്ക് VBAC ട്രൈ ചെയ്യാം. നാട്ടിലാണെങ്കിൽ ഐ റിയലി ഡോണ്ട് നോ ഹൗസ് ദ പ്രൊസീജിയർ. പക്ഷേ എനിക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ എങ്കിലും ചെയ്യാം. ബാക്കിയൊക്കെ പഠിച്ചുകൊൻ്റെ അടുത്താണ്, ചിലപ്പോൾ C-സെക്ഷനിലേക്ക് പോയേക്കാം. ബട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ മെഡിക്കൽ പ്രാക്ടീഷണർ എന്നോട് ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് VBAC ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ബിക്കോസ് ബേബി അബൂദിൻ്റെ കേസിലും ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് C-സെക്ഷൻ ആവുമെന്ന്. നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ
എന്താ പറയുക, എക്സസൈസസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ ഏർലി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മോൻ ബ്രീച്ച് പൊസിഷൻ ആയതുകൊണ്ട് നമുക്ക് വേറൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. ആൻഡ് വെയിറ്റ് ആൻഡ് എവറിത്തിങ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ ഇൻ ദാറ്റ് ടൈം. യാ, ബേബി അബുദിൻ്റെ ഡെലിവറി ആകുമ്പോൾ ഹീസ് ജസ്റ്റ് 3 point something. യാ, ആൻഡ് ഈ ഒരു ബേബി മെയിനായിട്ട് വീബാക്ക് ട്രൈ ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ബേബീൻ്റെ വെയിറ്റ് കൂടാൻ ഏറ്റവും കൂടുതൽ ചാൻസസ് കൂടുതൽ. സോ നമ്മൾ എന്താ പറയുക, ബാലൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് നന്നായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്ലൂയിഡ് കറക്റ്റ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഫ്ലൂയിഡിൻ്റെ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ ബേബി തിരിച്ച് ബ്രീച്ച് പൊസിഷനിലേക്ക് പോകാൻ, അതായത് അവർക്ക് മൂവ് ചെയ്യാൻ ഈസി ആകുമ്പോൾ അവർ ബ്രീച്ച് പൊസിഷനിലേക്ക് പോകാനുള്ള ചാൻസസും കൂടുതലാണ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞതുകൊണ്ട് 3rd trimester ഈസ് ഓൾസോ റിയലി ഹാർഡ്. ബട്ട് അൽഹംദുലില്ലാ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. അറ്റ്ലീസ്റ്റ് പഠിച്ചോന് നമ്മളെ ഈ ഭൂമിയിൽ ഒരു ഉമ്മയായി തിരഞ്ഞെടുത്തില്ലേ, അതിലും വലിയ ഭാഗ്യമൊന്നും ഞാൻ കാണുന്നില്ല. ആൻഡ് ബേബി അബൂദിനെ പഠിച്ചവനോട് ചോദിച്ച പോലെ എൻ്റെ ലൈഫിൽ ഞാൻ വേറെ ഒന്നിനും ചോദിച്ചിട്ടില്ല. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഈ ഒരു വീഡിയോ ഐ റിയലി ഡോണ്ട് നോ എപ്പോഴാണ് പുറത്തേക്ക് വരാമെന്നൊന്നും. ബിക്കോസ് ഈ 34 വീക്സ് കംപ്ലീറ്റ് ചെയ്ത് 35 വീക്സിൻ്റെ ഫസ്റ്റ് ഡേ ആണെന്ന്. സോ എനിക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഡെലിവറിൻ്റെ മുന്നായിട്ട് ഇത് പോസ്റ്റ് ചെയ്യും. അതർവൈസ് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് സാവധാനം പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, ഇൻഷാ അല്ലാ. ആൻഡ് യൂട്യൂബിൽ ഒരുപാട് കമൻസ് വരാറുണ്ട്, ലുലു പ്രഗ്നൻ്റ് ആണോ ചോദിച്ചിട്ട്. ആക്ച്വലി യെസ്, ബട്ട് ഞാൻ എൻ്റെ ചാനൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാനലല്ല. സോ അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും കമൻസിന് റിപ്ലൈ ഒന്നും അധികം കൊടുക്കാത്തത്. പക്ഷേ റീസെൻ്റ്ലി ആഫ്റ്റർ 30 വീക്സ് ഞാൻ മോസ്റ്റ് ഓഫ് ദ കമൻസിനൊക്കെ റിപ്ലൈസ് കൊടുക്കാറുണ്ട്. ആൻഡ് വീബാക്ക് എനിക്ക് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ, വീബാക്ക് എൻ്റെത് സക്സസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാ ഐ വിൽ ഡെഫിനറ്റ്ലി ഷെയർ മൈ ഹോൾ സ്റ്റോറി ഫ്രം ബേബി അബൂദിൻ്റെ ബർത്ത് മുതൽ, ഇൻഷാ അല്ലാ. ആൻഡ് എനിക്ക് ആ സമയത്ത് പറ്റിയ ഒരുപാട് മിസ്റ്റേക്സ് ഞാൻ ഈ ഒരു ടൈമിൽ ചെയ്തിട്ടില്ല. സോ ഒരു ഫസ്റ്റ് ടൈം മദേഴ്സിന് മേ ബി ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അതിലെന്തായാലും ഉണ്ടായിരിക്കും. എനിക്ക് പറ്റുന്ന സമയത്ത് ഐ വിൽ ഡെഫിനറ്റ്ലി ഷെയർ മൈ സ്റ്റോറി, ഇൻഷാ അല്ലാ. ആൻഡ് യാ, ഹോപ്പ് എവറിത്തിങ് വർക്ക്സ് വെൽ. ആൻഡ് പഠിച്ചോനെ നമുക്ക് എല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാവർക്കും, അമ്മയാവാൻ ആഗ്രഹമുള്ള, പാരൻസ് ആവാൻ താല്പര്യമുള്ള എല്ലാവർക്കും പഠിച്ചോന് കുട്ടികളെ നൽകി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിന്ന് നന്നായിട്ട് ടയേർഡാണ്, 2 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ തോന്നില്ല എന്ന്. അതുപോലെ തന്നെ എനിക്ക് 2 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഞാൻ 1 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഒരുപാട് ടൈം അങ്ങനെ പോയി. ആൻഡ് ടയേർഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ഇതുപോലെ എനിക്ക് 2 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഡേ സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. ലൈക്ക് മോർണിംഗ് ഒരു 1 കിലോമീറ്റർ നടന്നിട്ട് ഈവനിങ് ഒരു 1 കിലോമീറ്റർ നടന്നിട്ട് ആ ടാർഗറ്റ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണ് കൂടുതൽ ദിവസങ്ങൾ ചെയ്യൽ. ഞാൻ എപ്പോഴും വീഡിയോ ഇടുമ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ വില്ലനെ പറ്റി പറയുമെന്ന് പറയാറുണ്ട്. ഇൻഷാ അല്ലാ വേറൊരു വീഡിയോയിൽ ഡെഫിനറ്റ്ലി ഡീപ്പായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഇൻഷാ അല്ലാ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ എം എ കൈൻഡ് ഓഫ് ഏർലി മോർണിംഗ് പേഴ്സൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏർലി മോർണിംഗ്സ്. സോ ഏർലി മോർണിംഗ്സിലാണ് ഞാൻ കൂടുതലും വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ ചൂസ് ചെയ്യുന്നത്. ബേബി അബൂദ് ഉറങ്ങുന്ന സമയമാകുമ്പോൾ പെർഫെക്റ്റായിട്ട് നല്ല ടൈം എടുത്ത് പീസ്ഫുള്ളി നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ അറഫ ഡേ ആണ് ഇന്ന്. സോ നാളെ പെരുന്നാളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ബേബി അബൂദിന് പെരുന്നാൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത്സ് ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ലൈറ്റായിട്ടുള്ള ന്യൂ ബോൺ ഷോപ്പിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ സിറ്റി സെൻറ്റർ ദേരയിലേക്കാണ് പോകുന്നത്. നമ്മൾ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് ലൈക്ക്
ക്ലോത്ത് ഐറ്റംസ് ഒക്കെ സിറ്റി സെൻറ്റർ ഏരിയയിൽ കേട്ടോ. അവിടെ എപ്പോഴും നല്ല ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ഫോർ ന്യൂ ബോൺ ബേബി എനിക്ക് തോന്നുന്നു സിറ്റി സെൻറ്റർ ഏരിയയിലെ ബേബി ഷോപ്പിനേക്കാളും ഏറ്റവും നല്ലത് അലൈൻ റോഡിലൊരു ഔട്ട്ലെറ്റ് മാളുണ്ട്. ദേ ഹാവ് അമേസിങ് ഓഫേഴ്സ്. നല്ല ബ്രെഡ്സ്, നല്ല ക്വാളിറ്റി ഐറ്റംസ് നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻഷാല്ല അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. പാരൻസ് ആവാൻ പോകുന്ന പുതിയ ആൾക്കാർക്കൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഞാൻ പറയുന്നത് ബോയ്സ് ഉള്ള പാരൻസിന് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ മോന് ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഹി റിയലി ക്രേസി അബൌട്ട് ഇറ്റ്. സോ നമ്മൾ എപ്പോൾ പുറത്ത് പോയാലും അവൻ്റെ വിചാരം അവന് കാറ് വാങ്ങാൻ വേണ്ടി മാത്രം നമ്മൾ പുറത്ത് പോകുന്നതാണ്. ആൻഡ് ബേബി ഷോപ്പ് അറേബ്യയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് ഹോട്ട് വീൽസ് നല്ല ഓഫേഴ്സിൽ എപ്പോഴും അവൈലബിൾ ആയിട്ട് കിട്ടാറുണ്ട്. ആൻഡ് ഹീ ഈസ് എ കൈൻഡ് ഓഫ് ക്രേസി അബൌട്ട് ഇറ്റ്. അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള, ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള, ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള കാർസ് കളക്ട് ചെയ്ത് എടുത്തു വെക്കുക എന്നുള്ളതാണ് അവൻ്റെ മെയിൻ ഹോബി. എൻ്റെ മോനെ പോലെ ഹോട്ട് വീൽ കളക്ഷനൊക്കെയുള്ള മക്കളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ബേബി ഷോപ്പ് അറേബ്യയിൽ സിറ്റി സെൻറ്റർ ഏരിയയിൽ അവർ പുതിയ ഒരു സെക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹോട്ട് വീൽസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളക്ഷൻ ഉണ്ട്. ലൈക്ക് ഫ്രം 90s-30s ഉള്ള. സോ മോനിപ്പം വിൻറ്റേജ് കൈൻഡ് ഓഫ് ടൈപ്സ് ഒക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെടുത്ത് കൊടുക്കുന്ന എല്ലാ സാധനങ്ങളൊന്നും അവന് ഇഷ്ടാവില്ല. ആൻഡ് നമ്മളവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9 o'clock ഒക്കെ ആയപ്പോൾ തിരിച്ചെത്തി. മോർണിംഗിൽ നമ്മൾ 1 kilometer നടന്നിട്ടുള്ളൂ. ബാക്കി 1 kilometer കൂടി ബാലൻസ് ഉണ്ട്. സോ ഈവനിങ് ഹസ്ബൻഡിനെയും മോനെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് നടക്കാൻ വേണ്ടി പോയി. മോർണിംഗ് വാക്സ് ആർ ഓൾവേസ് ഫൈൻ, പീസ്ഫുൾ ആൻഡ് ഓക്കെ. അതുകൊണ്ട് ഒറ്റക്കായാലും കുഴപ്പമില്ല. പക്ഷേ ഈവനിങ് വാക്സ് ഒറ്റയ്ക്ക് പോകാമെന്നുള്ളത് ഭയങ്കര ബോറിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും കൂട്ടിയിട്ടാണ് പോകല്. ആൻഡ് ഓൾസോ സൂൺ ഐ എം ഗോണ മിസ് ഫാമിലി ഓഫ് 3, inshallah, soon to be a family of 4. And yeah, it's a very small vlog during my last trimester, and thank you so much to those who are watching till the end. I really like your valuable comments, so don't forget to drop your comments. Thank you so much, and don't forget to like, share, comment and subscribe.